നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ഉപ്പും മുളകും നമുക്കറിയാമല്ലോ. പ്രേക്ഷകർ നല്ല ഇഷ്ടത്തോടു കൂടി കാണുന്ന ഒരു പരമ്പരയായിരുന്നു ഉപ്പും മുളകും. വർഷങ്ങളായി 10-15 കൊല്ലം കൊണ്ട് ഉപ്പും മുളകും ഇങ്ങനെ സക്സസ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയാണ്. അതിൽ ഒരുപാട് വിവാദങ്ങൾ വന്നിട്ടുണ്ട്. മുമ്പും പലതരത്തിലുള്ള വിവാദങ്ങൾ വന്നിട്ടുണ്ട്. ഈ പറയുന്ന നിശാ സാരംഗ്, മെയിൻ നടിയായ നിശാ സാരംഗുമായിട്ടുള്ള പല അവിടുത്തെ ഈ ഡയറക്ടർ എന്തോ അപമര്യാദയായി പെരുമാറി എന്ന് പറഞ്ഞുള്ള വിവാദം ഒരു സമയത്ത് കത്തി നിന്നു. അതിനുശേഷം നമ്മുടെ മുടിയൻ ഋഷിയുമായിട്ടുള്ള വലിയൊരു വിവാദം വന്നിട്ടുണ്ടായിരുന്നു. ഋഷിക്ക് എതിരായിട്ട് ഭയങ്കര ക്യാമ്പയിൻ വന്നു, മയക്കുമരുന്ന്, അങ്ങനെ ആ ഒരു സെറ്റപ്പിലേക്ക് പോയി. അതും വലിയൊരു വിവാദമായിരുന്നു. ഇടയ്ക്ക് വെച്ച് ഈ പറയുന്ന ഉപ്പും മുളകും നിർത്തിവെച്ചു. അതിനുശേഷവും വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷവും എത്ര നിർത്തിയാലും എത്ര റീസ്റ്റാർട്ട് ചെയ്താലും അതിന് ഇപ്പോഴും പ്രേക്ഷകര് നല്ല രീതിയിലുള്ള പ്രേക്ഷകരുണ്ട്. എപ്പോ ഇട്ടാലും അതിന്റെ ആ വീഡിയോസ് കാണാൻ, അല്ല ഉപ്പും മുളകിന്റെ സീരിയൽ കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിന്റെ പ്രധാന കാരണം അവർ മേക്ക് ചെയ്തിരിക്കുന്ന രീതിയാണ്. ബാലു അല്ലെങ്കിൽ ബിജു സോപാനം എന്ന് പറയുന്ന ആ വ്യക്തിയുടെ, നമ്മൾ സാധാരണ മനുഷ്യർ പറയും പോലെ ഒരു കട്ടിങ്ങും എഡിറ്റിംഗ് ഒന്നും ഇല്ലാതെ നമ്മൾ സാധാരണ ഒരു കുടുംബത്തിൽ നടക്കുന്നത് പോലുള്ള സംസാരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. കൗണ്ടർ ഇതൊക്കെ അതിലുള്ള ഓരോ കഥാപാത്രങ്ങളും വളരെ വ്യത്യസ്തമാണ്. പ്രേക്ഷകർക്ക് ഭയങ്കര ഇഷ്ടവുമാണ്. ഇപ്പൊ റീസെന്റ് ആയിട്ടാണ് ഇതിനൊരു വിവാദം വീണ്ടും വന്നത്. അതായത് ഉപ്പും മുളകില് അഭിനയിച്ചുകൊണ്ടിരുന്ന ഒരു പ്രമുഖ നടി എന്ത് ചെയ്തു, അവിടെയുള്ള 2 പേർക്കെതിരായിട്ട് എന്ത് ചെയ്തു, കേസ് കൊടുത്തു. അതായത് എന്നെ എന്ത് ചെയ്തു, ലൈംഗിക ചുവയോട് കൂടി എന്ത് ചെയ്തു സംസാരിച്ചു എന്നോ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ലൈംഗിക അതിക്രമം നടത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള കേസ് കൊടുത്തു. അതിനുശേഷം പല ഊഹാപോഹങ്ങൾ വന്നു. അത് ആർക്കെതിരായിട്ടാണ്? ഈ ബിജു സോപാനത്തിന് എതിരായിട്ടും അതിലെ ശ്രീകുമാർ, അളിയന്മാർക്ക് 2 പേർക്കും എതിരായിട്ട് അവിടെയുള്ള ഒരു ഈ പറയുന്ന ഒരു നടി, ഒരു പുതിയതായിട്ട് വന്ന ഒരു നടിയാണ് എന്നൊക്കെയാണ് ആദ്യം വാർത്ത വന്നത്. ആ നടി ഇപ്പോൾ അതിനകത്ത് ഇല്ല എന്നൊക്കെ പറഞ്ഞ പലരും, ഗൗരി പോലുള്ള നടിമാരെയൊക്കെ നമ്മൾ സംശയിച്ചു. അതിനുശേഷം ഇപ്പൊ വരുന്ന വാർത്തകൾ അനുസരിച്ചാണെങ്കിൽ ആ നടി മറ്റാരുമല്ല, ഈ പറയുന്ന നിശാ സാരംഗ് തന്നെയാണ് എന്നാണ് പറയപ്പെടുന്നത്. എനിക്കറിയത്തില്ല, അങ്ങനെയുള്ള ന്യൂസുകളൊക്കെ വരും. അതെന്തോ ആയിക്കോട്ടെ, ആരോ ആയിക്കോട്ടെ. പക്ഷെ അതിനുശേഷം ഇതിനെപ്പറ്റി പിന്നീട് ഒരു വാർത്തയും വന്നില്ല. അത് എന്തായി, കേസ് എന്തായി, പിന്നെ ഇവരെ എന്ത് ചെയ്തു, ഈ പറയുന്ന ബാലു ആയിക്കോട്ടെ, ഇത് ബിജു സോപാനം ആയിക്കോട്ടെ, ഈ ശ്രീകുമാർ ആയിക്കോട്ടെ, ഇവരാരും ഇതിനെക്കുറിച്ച് പിന്നീട് ഒന്നും ഇതിനെക്കുറിച്ച് പ്രതികരിച്ച് കണ്ടിട്ടില്ല. ഇടയ്ക്ക് വെച്ചിട്ട് ഈ പറയുന്ന ശ്രീകുമാറിന്റെ ഭാര്യ വന്നിട്ട് ഒരു പ്രതികരണം നടത്തി. ഞാൻ എപ്പോഴും എന്തൊക്കെ വന്നാലും എന്റെ ഭർത്താവിന് എനിക്ക് വിശ്വാസമാണ്, ഞാൻ എന്നും എന്റെ ഭർത്താവിന്റെ കൂടെ തന്നെ ഉണ്ടാകും എന്നുള്ള രീതിയിലൊക്കെ പിന്നെ ഈ ശ്രീകുമാറിന്റെ വൈഫ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഞാനിവിടെ പറയാൻ വന്നത്, ഈ നിശാ സാരംഗ് ഇടയ്ക്ക് വെച്ചിട്ട് ഞാൻ എന്തായാലും എനിക്കിപ്പോ ഒരു വാർത്തയ്ക്ക് ഇതിലോട്ട് അടക്കുമ്പോൾ എനിക്കൊരു കൂട്ട് വേണമെന്ന് തോന്നുന്നു. എനിക്കൊരു പുതിയ വിവാഹം കഴിക്കണമെന്നുള്ള ഒരു അർത്ഥത്തിൽ ഒരു ഇന്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്. അതിനുശേഷമാണ് ഈ പറയുന്ന വിവാദങ്ങളും ഈ പറയുന്ന കേസുകളൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പൊ ഞാൻ നോക്കിയപ്പോഴും നിശാ സാരംഗിന്റെ ഒരു ഇൻസ്റ്റാ പോസ്റ്റ് ഞാൻ വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് എന്തോ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ആ ഇൻസ്റ്റാ ഇതിൽ ഒരു സ്റ്റോറിയിൽ അല്ലെങ്കിൽ ആ റീലിൽ പലതും അവരുടെ ദുഃഖം അവരിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, നമുക്കറിയാം നമ്മളൊരു സ്റ്റോറിയോ അല്ലെങ്കിൽ റീൽസോ ഇടുമ്പോൾ നമ്മൾ ഫേസ് ചെയ്തിട്ടിരിക്കുന്ന ഒരു സംഭവം ആയിരിക്കില്ല ഇടും. നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിനെ പിന്നെ അനുബന്ധിച്ചോ അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളെ നമ്മൾ ഇടാറുള്ളൂ. അപ്പൊ അങ്ങനെ നോക്കിയാൽ നിശാ സാരംഗിന്റെ ഒരു പോസ്റ്റ് ഞാനത് വായിക്കാം കേട്ടോ. വിവാഹിതരായ ഒരു പെണ്ണിനോട് ഒരു അന്യപുരുഷന് ഒരിക്കലും പ്രണയം തോന്നില്ല എന്നത് തന്നെയാണ് സത്യം. മനസ്സിലായോ? വിവാഹിതയായ ഒരു പെണ്ണിനോട് അന്യപുരുഷന് ഒരിക്കലും പ്രണയം തോന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് തന്നെയാണ് സത്യം എന്നാണ് നിശാ സാരംഗ് പറയുന്നത്. എനിക്ക് ആ ഒരു അഭിപ്രായമൊന്നും ഇല്ല കേട്ടോ. വിവാഹിതരായ പെണ്ണിനോട് എല്ലാ പുരുഷന്മാർക്കും പിന്നെ അങ്ങനെ പ്രണയം തോന്നില്ല എന്നുള്ള സ്റ്റാൻഡ് എനിക്കില്ല. പക്ഷെ നിശാ സാരംഗ് അങ്ങനെയാണ് പറയുന്നത്. അതിന്റെ കൂടെ അടുത്തത്, വിവാഹിതരായ ഒരു പെണ്ണിനെ പ്രണയം പറഞ്ഞ് ചില പുരുഷന്മാർ സമീപിച്ചാൽ അത് കാമം മാത്രം മുന്നിൽ കണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ട് ഒരു സ്മൈൽ ഇട്ടിട്ടുണ്ട്. ഒരു ഇങ്ങനെ ഈ പറഞ്ഞ ദേശത്തിന്റെ ഒരു സ്മൈൽ. അതായത് വിവാഹിതരായ പെണ്ണുങ്ങളെ ആരെങ്കിലും ഇതിൽ ചെയ്തിട്ടുണ്ട്, ചില പുരുഷന്മാർ സമീപിച്ചാൽ അത് കാമം മാത്രമായിരിക്കും എന്നാണ് ഈ പറയുന്ന നിശാ സാരംഗ് ആ ഒരു പോസ്റ്റ് വഴി പറയുന്നത്. എനിക്കും ആ ഒരു കണ്ണോട് കൂടി വരുന്നവരും കൂടുതലാണെങ്കിലും നമുക്ക് ജനറലൈസ് ചെയ്ത് എല്ലാവരെയും അങ്ങനെ പറയാൻ പാടില്ല. ഈ പറയുന്ന വിവാഹം കഴിഞ്ഞ മക്കളുള്ളവരെ ആരും പ്രണയിക്കുന്നില്ലേ, അവരാരും കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കുന്നില്ല. അപ്പൊ അതൊന്നും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. പിന്നെ അതിന്റെ കൂടെ അതിനെ പ്രണയമാണ്, അതായത് ഒരു വിവാഹം കഴിഞ്ഞ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ സമീപിക്കുന്നത് അത് സ്നേഹം കൊണ്ടല്ല, അത് കാമം കൊണ്ടാണ്. അങ്ങനെ വരുമ്പോൾ അതിനെ പ്രണയമാണെന്ന് തെറ്റിദ്ധരിച്ച് ചില സ്ത്രീകൾ ആ ചതിയിൽ പെട്ടുപോകാറുണ്ട്. അതിലൂടെ അവരുടെ ജീവിതം തന്നെയായിരിക്കും എന്നേക്കുമായി ഇല്ലാതാകുന്നത്. സമൂഹത്തിന് മുന്നിലും കുടുംബത്തിന് മുന്നിലും തെറ്റായി നിൽക്കേണ്ടതായിട്ട് വരും. നിൽക്കേണ്ടതായിട്ട് വരുന്നതും
സ്ത്രീകൾ തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു 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 സാഡായിട്ടുള്ള അല്ലെ വിഷമിച്ച് നിൽക്കുന്ന ഒരു സ്മൈലിയും പുള്ളി ഇട്ടിട്ടുണ്ട്. അതെ, ഈ പുള്ളിയല്ല, ഈ നിശാ സാരംഗ് ഇട്ടിട്ടുണ്ട്. ഇത് നമുക്ക് വായിച്ച് നമ്മൾ ഈ സ്റ്റോറി ഇടുമ്പോൾ നമുക്ക് അറിയുള്ളൂ, നമുക്ക് അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കും. അപ്പൊ പുള്ളിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പിന്നെ പുള്ളിയുടെയോ അല്ലെങ്കിൽ പുള്ളിയുടെ അടുത്ത് നിൽക്കുന്ന ആരെയോ മോസ്റ്റ് പ്രോബ്ലി എന്താണ് ഈ പറയുന്ന നിശാ സാരംഗിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടാണ് ഈ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു സംഭവം. അതായത് കണക്ട് ചെയ്ത് നോക്കുമ്പോൾ പിന്നീട് എന്താണ് പറയുന്നത്, ഈ ഈ ഒരു വിവാഹം, പുതിയൊരു വിവാഹത്തിലേക്ക് നിശാ സാരംഗ് പോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ അത് ബ്രേക്കപ്പ് ആയോ എന്നുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട്. അത് ബ്രേക്കപ്പ് ആയത് കൊണ്ടാണോ, അത് ഒരു ന്യായമായിട്ടുള്ള ക്വസ്റ്റ്യൻ. കാരണം ഇങ്ങനെ ഒരു സംഭവം വരുമ്പോൾ, ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുമ്പോൾ പുള്ളി ഈ നിശാ സാരംഗ് എന്താണ്, വിവാഹം കഴിഞ്ഞതാണ്, മക്കളുണ്ട്, അപ്പൊ പുതിയൊരു വിവാഹത്തിലേക്ക് പോകാൻ വന്നു, പിന്നെയാണോ തിരിച്ചറിഞ്ഞത് അതായത് എന്നെ വിവാഹം കഴിക്കാൻ വേണ്ടി വന്നു എന്ന് പറയുന്ന ആള് എന്താണ് സ്നേഹമായിരുന്നില്ല, അവർക്ക് കാമമായിരുന്നു എന്നുള്ളത് നിശാ സാരംഗ് ഇപ്പോഴാണോ മനസ്സിലാക്കിയത്, അതിന്റെ വിഷമം കൊണ്ടാണോ ഈ പോസ്റ്റ് ഇട്ടത് എന്ന് ഒരാൾ ചോദിക്കുന്നെങ്കിൽ നമുക്കൊരിക്കലും അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരെ കുറ്റം പറയാൻ പറ്റില്ല. അതിനോടൊപ്പം മറ്റൊരു റീലും ഇട്ടിട്ടുണ്ട്, അതും കൂടി ഞാൻ നിങ്ങൾക്കൊന്ന് കേൾപ്പി, അതുകൊണ്ട് നിങ്ങൾ കണ്ടു കേട്ടോ. ഇപ്പൊ ടീച്ചർ ഞങ്ങളുടെ ഫ്രണ്ടാണ്, ടീച്ചർ അല്ല, അങ്ങനാണോ? എന്നാലും ഞാൻ പറയൂ. ശരി, പറയാൻ. ഇപ്പോഴേ ഞങ്ങളുടെ ബസ്സിൽ ഒരു ചെക്കൻ വരും, അവൻ എവിടെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. അതാ. അതിന് മാഡത്തിന്റെ റിയാക്ഷൻ എന്താണ്? ഇപ്പോ ഇവള് നോക്കി. ഇതിനകത്ത് വേറൊരു ചെറിയ ഒരു ഫിലിമിന്റെ ഒരു കട്ടിങ് വെച്ചിട്ടുണ്ട്. അതെന്താണ്, എന്റെ ബസ്സിലെ കൊച്ചു കുട്ടികൾ പറയുന്നത്, എന്റെ ബസ്സിൽ കുട്ടികൾ വരുമ്പോൾ എന്നെ ഒരു ചെക്കൻ നോക്കി ചിരിച്ചു കൊണ്ടിരിക്കും എന്ന് പറയുമ്പോൾ അതിന് മാഡത്തിന്റെ അപ്പം ആ ടീച്ചർ പറയുന്നത് നിങ്ങളുടെ റിയാക്ഷൻ എനിക്ക് വായിച്ചാൽ കഴിയുന്നത് ചിരിച്ചുകൊണ്ടിരിക്കുന്നവരെ നമ്മളെ നോക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പ്രണയമായിട്ട് തെറ്റിദ്ധരിക്കരുത് എന്നാണോ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഒരു സൂചന അതിനകത്തുണ്ട്, മനസ്സിലായോ? ആൾക്കാർ നമ്മൾ ഫീൽഡിലായിക്കോട്ടെ, നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളെ കണ്ടപ്പോഴും കണ്ട് ചിരിച്ച് അല്ലെങ്കിൽ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ നമ്മൾ ചിരിച്ച് കാണിക്കുകയോ ചെയ്യുക അതൊരു പ്രണയമായിട്ട് തെറ്റിദ്ധരിക്കരുത് എന്നാണ് ഇവിടെ ഈ പറയുന്ന നിശാ സാരംഗ് പറഞ്ഞു വയ്ക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ഈ ഒരു സ്റ്റോറി കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എനിക്ക് ഇതൊക്കെ തോന്നുന്നു, മനസ്സിലല്ല. അവരിപ്പം നമുക്കിങ്ങനെ തോന്നാൻ കാരണം എന്താണ്, ഈ കല്യാണം കഴിക്കാൻ വേണ്ടി പോകുന്നു എന്നൊരു ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അതിനുശേഷം ബാലുവും ഈ പറയുന്ന ആരാണ് നമ്മുടെ ശ്രീകുമാറുമായിട്ടുള്ള പിന്നെ വിഷയങ്ങൾ, അവർക്കെതിരായിട്ട് കേസ് കൊടുക്കുന്നു. ആ കേസിനെ കുറിച്ച് ഒരു ഡീറ്റെയിൽ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല, അതെന്തായെന്ന് അറിയത്തില്ല. അതിനുശേഷം ഈ പറയുന്ന നിശാ സാരംഗോ ഈ പറയുന്ന 3 പേരോ ആരും അതിനെക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തിക്കട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവർ തന്നെ ആയിരിക്കുമെന്നാണ് ആൾക്കാർ ഊഹിക്കുന്നത്. അവരുടെ ഊഹങ്ങളെ ഒരിക്കലും നമുക്ക് എന്തെങ്കിലും തെറ്റ് പറയാനും പറ്റില്ല. അതിനുശേഷം ഇങ്ങനെ നിശാ സാരംഗ് തന്നെ വന്ന് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഇടുമ്പോൾ, അതായത് വിവാഹം കഴിഞ്ഞ പെൺകുട്ടികളെ അന്യപുരുഷൻ വന്ന് നോക്കുന്നത് നിങ്ങൾ സ്നേഹമായിട്ട് അല്ലെങ്കിൽ അസ്നേഹമായിട്ട് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, അത് കാമമായിട്ട് മാത്രമേ വരത്തുള്ളൂ. അത് അങ്ങനെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളെ കുടുംബത്തിന് മുമ്പിലും സമൂഹത്തിന് മുമ്പിലും തെറ്റുകാരാവുന്നത് സ്ത്രീകൾ മാത്രമായിരിക്കും എന്നൊരു എന്താണ് പറയുക എന്നൊരു സന്ദേശം അയക്കുമ്പോൾ അത് മിക്കവാറും നമുക്ക് മനസ്സിലാക്കുന്നത് നിശാ സാരംഗിന് പിന്നീട് ജീവിതത്തിൽ സംഭവിച്ച അല്ലെങ്കിൽ അവരുമായിട്ട് അടുത്ത ബന്ധമുള്ള ആർക്കെങ്കിലും സംഭവിച്ച കേസായിരിക്കും. അല്ലാതെ നമ്മൾ ചുമ്മാ റീൽസിൽ ഒരു മാറ്ററും ഇല്ലാതെ ഈ ഒരു സമയത്ത് അങ്ങനെ ഒരു റീൽസ് ഇടാൻ അതായിരിക്കും അതിന്റെ ഒരു ഉള്ളടക്കം എന്ന് നമുക്ക് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.